പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. ഭൂരിപക്ഷം 5 അക്കം കടക്കുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന LDF സ്ഥാനാർത്ഥി P. സരിനും പറഞ്ഞു. വിജയം ഉറപ്പെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും മുന്നണികൾ ഒരുപോലെ ആത്മവിശ്വാസത്തിലും ആശങ്കയിലുമാണ്. പാലക്കാട് കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും കുറവുണ്ടായത് മറ്റുള്ളവരുടെ വോട്ടുകളുമാണെന്നാണ് UDF, LDF, BJP ക്യാമ്പുകളുടെ അവകാശവാദം. കഴിഞ്ഞ തവണ 3859 ഒതുങ്ങിയ ഭൂരിപക്ഷം ഇക്കുറി 5 അക്കം കടക്കുമെന്നാണ് UDF പ്രതീക്ഷ. 2021 കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഈ പറയുന്ന BJP നഗരത്തിൽ കൂടെയും പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരു സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത്. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്. അതിന് കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എത്തും. ഒരാത്മവിശ്വാസക്കുറവും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നൽകുന്നില്ല. പാലക്കാട് എന്നൊരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. 56,000-ൽ കുറയാത്ത വോട്ട് LDFന് ലഭിച്ചിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി P. സരിൻ പറഞ്ഞു. 10,000-ഓളം നിഷ്പക്ഷ വോട്ടുകൾ LDFിലേക്ക് വന്നിട്ടുണ്ടെന്നും സരിൻ. പാലക്കാട് നഗരസഭാ പരിധിയിലടക്കം BJPക്കും UDFനും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും CPIM പറയുന്നു. NDAക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും 5,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക UDFനെയാണ്. 70.51% പോളിംഗാണ് പാലക്കാട് ഇക്കുറി രേഖപ്പെടുത്തിയത്. 2021-ൽ 73.71% പാലക്കാട് പോളിംഗ്. നിർണായകമാകുന്ന പിരിയാരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് കുത്തനെ കുറഞ്ഞു. അതേസമയം പാലക്കാട് നഗരസഭാ പരിധിയിൽ ഇത്തവണ 71.10% പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 65% മാത്രമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.